കോട്ടയത്ത് നിന്ന് കോഴിക്കോട് എത്തി നേരെ നിതിന്റെ ഫ്ലാറ്റിലേക്ക്. ഇതാണ് നിതിൻ. അവനെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എന്റെ അക്കൗണ്ടിൽ സ്ഥിരം ഉണ്ടാവും. ഇതാണ് നിതിന്റെ ഫ്ലാറ്റ്. അവന്റെ സ്വന്തം ഫ്ലാറ്റ് ആണ് കോഴിക്കോട്. എനിക്കൊരു ഹോം ടൂർ ഒക്കെ ചെയ്യാൻ ത്വരയായിട്ട് പോയി. അടുത്ത വീഡിയോയിൽ ഫ്ലാറ്റ് ടൂർ ഇടാം. അത്രയ്ക്കും ക്യൂട്ട് ഫ്ലാറ്റ് ആണ്. ഞങ്ങൾ മൂന്നേരം ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയപ്പോൾ വന്നതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇതാ ഇത്രയും സാധനങ്ങൾ അവൻ ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഇതും കഴിച്ച് നേരെ കോഴിക്കോട് ബീച്ചിൽ. ചെറിയൊരു മഴയായിട്ട് എന്റെ പൊന്നു, നൈറ്റ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ സ്വർഗ്ഗമാണ്. എന്ത് വേണമെങ്കിലും ഇവിടെ തിന്നാൻ കിട്ടും. അതും കഴിച്ച് 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 ഇങ്ങനെ ബീച്ചിലൂടെ നടക്കാം. പിന്നീട്ട് എല്ലാം ട്രൈ ചെയ്ത് അവരെ കൊണ്ടും ട്രൈ ചെയ്യിപ്പിച്ച്, പിന്നെ അവർ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത എല്ലാം ഞങ്ങൾ കഴിപ്പിക്കുമായിരുന്നു അവരെ കൊണ്ട്. അടുത്തിനി എന്ത് കഴിക്കുന്ന ആലോചിക്കുന്ന നിപ്പാണ്. ബീച്ചും വൈബും ഫുഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ ഒരു ഐശ്വര്യത്തെയും കൂടെ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ കോഴിക്കോട് ഫുഡിന്റെ തലസ്ഥാനമായ പാരഗണിലേക്ക്. നീണ്ട മണിക്കൂറിന്റെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഞങ്ങളുടെ പേര് വിളിച്ച് അകത്ത് കയറി. പിന്നെ എന്റെയും ഇതിനെ കാത്തിരിപ്പായിരുന്നു ഇവരെ കൊണ്ട് നമ്മുടെ മലയാളി ഫുഡ് എല്ലാം ട്രൈ ചെയ്യിപ്പിക്കണമെന്ന്. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും മെയിൻ ഡിഷസ് ആയിട്ടുള്ള മലയാളി ഫുഡ് എല്ലാം കഴിപ്പിച്ചു. ഈ അൽഫാം ഒന്നും അവർ കഴിച്ചിട്ടില്ല. ഈ നൂൽ പൊറോട്ടയ്ക്ക് അവരുടെ നാട്ടിൽ പറാട്ട എന്നാ പറയുന്നത്. ഈ നൂൽ പൊറോട്ട സിസ്റ്റമേ ഇല്ല. ഇതൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതത്തോടെ അവരെ അതിനെ നോക്കി കണ്ട് കഴിച്ചു. പാരഗൺ സ്പെഷ്യൽ ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ ഞാനും ഇതിനും ഫ്ലാറ്റായി.